ഗെയ്സ്, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് എത്ര ആൾക്കാർക്ക് അറിയുമോയെന്നറിയില്ല. ഇതിന് എവിടെ ഇപ്പം കാണാനില്ലാത്ത വംശനാശം സംഭവിച്ചത് അങ്ങനെയൊക്കെ പറയില്ലേ, വംശനാശം സംഭവിച്ച അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ വംശനാശം സംഭവിച്ച സാധനം കേട്ടത്. ഇതില്ലേ ഈ പഞ്ചോത്ത് എന്ന് പറയില്ലേ, ആ സംഭവമായിട്ടത് കണ്ടോ. ഈ സംഭവം പഞ്ചോത്ത് ഈ തോടിൻ്റെ അരുവിലൊക്കെ ഉണ്ടാവണ സാധനം ഇട്ടത്. ഇതിനെ കുറിച്ച് എന്താ പറയണമെന്നറിയോ? ഈ സംഭവം കുറച്ച് കാലം മുന്നൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇതെല്ലാം പാടത്ത് ഇങ്ങനെ തോടിൻ്റെ ഇരുകരകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാറുണ്ട് ഈ സാധനം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ സമയം ഈ ഇല ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ടേ ഇറച്ചി മുള്ളാണ് കേട്ടോ. ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇതിലില്ലേ കല്ലുപ്പ് വെക്കും. ഇതിലൊരു കഷ്ണം കല്ലുപ്പ് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ചവച്ചരച്ച് കഴിക്കും. ഇത് ഈ സംഭവം ഇതൊരു പുളിരസമാണ്. ഈ ഇല ഇതിലൊരു ഒരു കഷ്ണം കുഞ്ഞൊരു കഷ്ണം കല്ലുപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുറുക്കാനൊക്കെ വായിൽ വെക്കണ പോലെ അങ്ങനെ വായിൽ വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കട്ടോ ഈ സംഭവം. മാത്രമല്ല ഇതിൻ്റെ മുട്ട് ഉണ്ടല്ലോ, ഈ പൂവിൻ്റെ മുട്ട് ഇതാ കണ്ട. ഈ മുട്ടില്ലേ, ഈ മുട്ടിൻ്റെ ഈ ഇതിൻ്റെ ഇതൊക്കെ മുള്ളാണ്, ഇങ്ങനെ കയ്യുമൊക്കെ കയറുത്. ഈ മുട്ട് പൊട്ടിച്ചിട്ടില്ലേ ഇതിങ്ങനെ അടത്തിയെടുക്കും. ഇതിൻ്റെ ഇതിങ്ങനെ അടത്തിയിട്ട് ഈ എതളുകളൊക്കെ മാറ്റിയാൽ ഇതിൻ്റെ അകത്തൊരു തരിതരിയായിട്ടൊരു സാധനം ഉണ്ടാവും. ഇതിൻ്റെ ആ സംഭവം ഇല്ലേ, ഈ സംഭവമല്ലേ, ഇതിങ്ങനെ അടർത്തിയിട്ട് നല്ല വെയിലാട്ട ഗൈസ്, കുടയൊന്നും നിൽക്കണില്ല കണ്ടോ. ഇതിങ്ങനെ അടർത്തിയിട്ട് ഇതിനുള്ളൊരു സംഭവം ഉണ്ടാവും. അത് എടുക്കാൻ പറ്റുന്നില്ല, മുള്ളാണ് കേട്ടോ, നന്നായിട്ട് മുള്ള. അതിനെ അടർത്തി പൊട്ടിച്ചോക്കട്ടെ കേട്ടോ. കണ്ടോ, ഒറ്റ കൈയോടെ അടർത്താൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിലൊരു തരിയുണ്ട്, അത് കഴിക്കാൻ പറ്റും. ഈ പൂവിൻ്റെ ഉള്ളിൽ തരി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, പൂവിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കിട്ടണില്ല. എന്താ വെച്ചെങ്കിൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇതാക്കിയാൽ ശരിയാവില്ല. ഞാൻ കാണിച്ചു തരാം, പൂവിൻ്റെ ഉള്ളിലുള്ളത് കാണിച്ചു തരാം. കണ്ടാ, ഈ പൂവിൻ്റെ ഉള്ളിൽ കണ്ട ഈ സാധനല്ലേ, ഈ സാധനം ഈ മുട്ടിൻ്റെ ഉള്ളിലുണ്ടാവും. മുട്ടിൻ്റെ ഉള്ളിൽ അത് എന്നിട്ട് കഴിക്കും, പറിച്ച് തിന്നൂട്ടോ ആ സാധനം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് അറിയില്ല. നമ്മളൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അത് അറിയുള്ളൂ. ഇതിങ്ങനെ ഇതിന് എല്ലാ നാട്ടിലും എന്താ പറയാന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പനച്ചോത്ത് എന്ന് പറയാം. പനച്ചോത്ത് എന്ന് പറയും ഈ തോട്ടരമ്പത്തൊക്കെ. ഇതിപ്പോൾ ഇവിടെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറേ ഇതിങ്ങനെ അന്വേഷിക്കുന്നു കേട്ടോ. അവിടെ ഈ പാടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഏത് നേരം പാടത്തന്നല്ലേ, പാടം കണ്ടാൽ ആർക്കും ആഗ്രഹം തീരില്ലല്ലോ. എന്തായാലും മതിയാവില്ല എന്നല്ലേ, പാടം കണ്ട് മതിയാവണവരില്ലല്ലോ. അതുകൊണ്ടാട്ടെ കൂടുതൽ പാടം കാണിക്കുന്നത്. പിന്നെ പാടത്താവുമ്പോൾ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല, ആൾക്കാരൊന്നും പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പാടത്തേക്ക് കൂടുതൽ പാടത്തിനെങ്ങനെ കേന്ദ്രീകരിച്ചിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ പാടത്തിങ്ങനെ വരുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്, ഈ സാധനത്തിനെ കാണാനുണ്ടായിരുന്നില്ല എവിടെ. ഇന്നിപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കാൽനട യാത്രയിലാണ്, അതിനിടയിൽ ഇങ്ങനെ കണ്ടപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകളെന്ന് പറയില്ലേ, ആ കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഓരോ ഓർമ്മകളാണ് ഇതൊക്കെ. ഈ പനച്ചോത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഇലയിൽ കല്ലുപ്പ് വെക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് കഴിക്കുക. ഓക്കെ.